പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബയോളജി മോക്ക് ടെസ്റ്റാണ് നടത്താൻ പോകുന്നത്. 15 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. SCERTയിലെ 10ാം ക്ലാസ് ബയോളജിയിലെ ലഘുപോഷകങ്ങൾ കോശങ്ങളിലേക്ക് ഈ ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. 15 ചോദ്യങ്ങളാണ്. 15 ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ ശ്രമിക്കുക. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് രണ്ടിൻ്റെയും ഗാഢത തുല്യമാകുന്നതുവരെ തന്മാത്രകൾ ഒഴുകുന്നത് ഏത് പ്രവർത്തനമാണ്? ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് രണ്ടിൻ്റെയും ഗാഢത തുല്യമാകുന്നതുവരെ തന്മാത്രകൾ ഒഴുകുന്നത് ഏത് പ്രവർത്തനമാണ്? ഉത്തരം സിമ്പിൾ ഡിഫ്യൂഷൻ ആണ്. അപ്പോൾ സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് വെച്ചാൽ ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് രണ്ടിൻ്റെയും ഗാഢത തുല്യമാകുന്നതുവരെ തന്മാത്രകൾ ഒഴുകുന്ന പ്രവർത്തനത്തിനെയാണ് നമ്മൾ സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ദഹനപ്രക്രിയകൾ പൂർത്തിയാകാൻ എടുക്കുന്ന സമയം എത്ര? ഉത്തരം 4 മുതൽ 5 മണിക്കൂർ വരെയാണ് ദഹനപ്രക്രിയകൾ പൂർത്തിയാകാൻ എടുക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, ചില അമിനോ ആസിഡുകൾ എന്നിവയുടെ രക്തലോമികകളിലേക്കുള്ള ആഗിരണം ഏത് തരം പ്രവർത്തനമാണ്? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, ചില അമിനോ ആസിഡുകൾ എന്നിവയുടെ രക്തലോമികകളിലേക്കുള്ള ആഗിരണം ഏത് തരം പ്രവർത്തനമാണ്? ഉത്തരം ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആണ്. ഈ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ നടക്കുന്നത് ചെറുകുടലിൽ വെച്ചിട്ടാണ്. നമുക്കറിയാം ഭക്ഷണ പദാർത്ഥത്തിലെ പോഷക ഘടകങ്ങളുടെ ആഗിരണം നടക്കുന്നത് ചെറുകുടലിൽ വെച്ചിട്ടാണ്. അതേപോലെ ദഹനപ്രക്രിയ പൂർത്തിയാവുന്നതും ചെറുകുടലിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, ചില അമിനോ ആസിഡുകൾ എന്നിവയുടെ രക്തലോമികകളിലേക്കുള്ള ആഗിരണം നടക്കുന്നത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ വഴിയാണ്. അടുത്ത ചോദ്യം, പ്രോട്ടീനുകളെ ഭാഗികമായിട്ട് പെപ്റ്റോൺ ആക്കുന്ന ആമാശയരസം ഏതാണ്? പ്രോട്ടീനുകളെ ഭാഗികമായിട്ട് പെപ്റ്റോൺ ആക്കുന്ന ആമാശയരസം ഏതാണ്? ഉത്തരം പെപ്സിൻ ആണ്. പ്രോട്ടീനുകളെ ഭാഗികമായിട്ട് പെപ്റ്റോണുകളാക്കുന്ന ആമാശയരസം പെപ്സിൻ ആണ്. അടുത്ത ചോദ്യം, ആഹാരം കടിച്ചു മുറിക്കുന്നതിന് സഹായിക്കുന്ന പല്ല് ഏതാണ്? ആഹാരം കടിച്ചു മുറിക്കുന്നതിന് സഹായിക്കുന്ന പല്ല് ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം ഉളിപ്പല്ലാണ്. നമുക്കറിയാം നമ്മുടെ ഫ്രണ്ടിൽ മുകളിലും താഴെയായിട്ട് മുകളിൽ 4 താഴെ 4 8 പല്ലുകളാണ് ഉളിപ്പല്ലുകളായിട്ടുള്ളത്. ആഹാരം കടിച്ചു മുറിക്കുന്നതിനാണ് ഈ ഉളിപ്പല്ല് സഹായിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന ആഗ്നേയരസം ഏതാണ്? അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന ആഗ്നേയരസം ഏതാണ്? ഉത്തരം പാൻക്രിയാറ്റിക് അമിലേസ് ആണ്. അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന ആഗ്നേയരസമാണ് പാൻക്രിയാറ്റിക് അമിലേസ്. അടുത്ത ചോദ്യം, ഗ്ലൂക്കോസും, ഫ്രക്ടോസും, ഗാലക്ടോസും അമിനോ ആസിഡും രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം ഏതാണ്? ഗ്ലൂക്കോസും, ഫ്രക്ടോസും, ഗാലക്ടോസും അമിനോ ആസിഡും രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം ഏതാണ്? ഉത്തരം ബ്ലഡ് കാപ്പിലറി അഥവാ രക്തലോമികകളിലേക്കാണ് ഗ്ലൂക്കോസും, ഫ്രക്ടോസും, ഗാലക്ടോസും അമിനോ ആസിഡും ആഗിരണം ചെയ്യപ്പെടുന്നത്. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ വഴിയാണ് ഇവ ആഗിരണം ചെയ്യപ്പെടുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അന്നജത്തെ ഭാഗികമായിട്ട് മാൾട്ടോസ് ആക്കി മാറ്റുന്ന ഉമിനീരിലെ രാസാഗ്നി ഏതാണ്? അന്നജത്തെ ഭാഗികമായി മാൾട്ടോസ് ആക്കി മാറ്റുന്ന ഉമിനീരിലെ രാസാഗ്നി ഏതാണ്? ഉത്തരം സലൈവറി അമിലേസ്. നമ്മൾ ചോറ് കറികളൊന്നും കൂട്ടാതെ കഴിച്ചാൽ, ചോറ് മാത്രം ഒന്ന് കഴിച്ചു നോക്കിയാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഒരു മധുരം അനുഭവപ്പെടും. അതിന് കാരണം ഈ സലൈവറി അമിലേസ് അന്നജത്തെ ഭാഗികമായിട്ട് മാൾട്ടോസ് ആക്കി മാറ്റുന്നത് കൊണ്ടാണ്. അപ്പോൾ അന്നജത്തെ ഭാഗികമായിട്ട് മാൾട്ടോസ് ആക്കി മാറ്റുന്ന ഉമിനീരിലെ രാസാഗ്നി സലൈവറി അമിലേസ് ആണ്. അടുത്ത ചോദ്യം, കൊഴുപ്പിനെ ഭാഗികമായിട്ട് ദഹിപ്പിക്കുന്ന ആമാശയരസം ഏതാണ്? കൊഴുപ്പിനെ ഭാഗികമായിട്ട് ദഹിപ്പിക്കുന്ന ആമാശയരസം ഏതാണ്? ഉത്തരം ഗാസ്ട്രിക് ലിപ്പേസ് ആണ് കൊഴുപ്പിനെ ഭാഗികമായിട്ട് ദഹിപ്പിക്കുന്ന ആമാശയരസം. അടുത്ത ചോദ്യം, ചെറുകുടലിൽ വെച്ച് ആഗിരണം ചെയ്യപ്പെട്ട് കഴിഞ്ഞ ശേഷം അവശേഷിക്കുന്ന ഭൂരിഭാഗം ലവണങ്ങളും ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം ഏതാണ്? ചെറുകുടലിൽ വെച്ച് ആഗിരണം ചെയ്യപ്പെട്ട് കഴിഞ്ഞ ശേഷം അവശേഷിക്കുന്ന ഭൂരിഭാഗം ലവണങ്ങളും ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം ഏതാണ്? ഉത്തരം വൻകുടലാണ്. അടുത്ത ചോദ്യം, വിറ്റാമിൻ കെയുടെ ആഗിരണം നടക്കുന്ന ഭാഗം ഏതാണ്? വിറ്റാമിൻ കെയുടെ ആഗിരണം നടക്കുന്ന ഭാഗം ഏതാണ്? ഉത്തരം വൻകുടലാണ്. അടുത്ത ചോദ്യം, മനുഷ്യൻ്റെ ചെറുകുടലിൻ്റെ നീളം എത്ര? മനുഷ്യൻ്റെ ചെറുകുടലിൻ്റെ നീളം എത്ര? ഉത്തരം 5 മുതൽ 6 മീറ്റർ വരെയാണ്. അടുത്ത ചോദ്യം, പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ഏതാണ്? പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ഏതാണ്? ഉത്തരം ഡെൻഡൈൻ ആണ്. അടുത്ത ചോദ്യം, മനുഷ്യൻ്റെ വൻകുടലിൽ വസിക്കുന്ന ചില ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്ന വിറ്റാമിൻ ഏതാണ്? മനുഷ്യൻ്റെ വൻകുടലിൽ വസിക്കുന്ന ചില ബാക്ടീരിയകൾ ഒരു വിറ്റാമിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതേത് വിറ്റാമിനാണ്? ഉത്തരം വിറ്റാമിൻ കെ ആണ്. അടുത്ത ചോദ്യം, മനുഷ്യൻ്റെ വൻകുടലിൻ്റെ നീളം എത്ര? മനുഷ്യൻ്റെ വൻകുടലിൻ്റെ നീളം എത്ര? ഉത്തരം 1.5 മീറ്റർ ആണ്.
15 ചോദ്യങ്ങളായിട്ടുണ്ട്. നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് കൂടുതൽ മോക്ക് ടെസ്റ്റുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.